വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ലൈക്കൊന്നും കയറുന്നില്ലേ? എങ്കിൽ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നേരെ വീഡിയോയിലേക്ക് പോകും. ഗൂഗിൾ ഓപ്പൺ ചെയ്ത് studio.youtube.com എന്ന വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കാണാൻ പറ്റും. അതിൽ നേരെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും. അതിൽ മുകളിലൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് നമ്മുടെ മൊബൈലിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ നെറ്റ് കുറച്ച് സ്ലോ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് വീഡിയോ എടുത്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. ഇത് മുഴുവനായിട്ട് കാണാൻ സാധിക്കുക. കണ്ടാൽ മാത്രമാണ് നമുക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ റീച്ച് കിട്ടാനും വ്യൂവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടാനൊക്കെ ഹെൽപ്ഫുൾ ആകുള്ളൂ. അപ്പോൾ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കേട്ടോ നമ്മുടെ ആപ്പിൽ. നമ്മുടെ യൂട്യൂബ് ഇങ്ങനെ ഒരു ഓപ്ഷനിലായിട്ട് വന്നിട്ടുണ്ടാവുക. പിന്നെ അതിൽ നമ്മൾ മുകളിലൊരു ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിൽ കയറിയിട്ട് നമ്മൾ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അതിലൊരു അപ്ലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിൽ കാണാൻ പറ്റും. അതിൽ നേരെ കയറിയിട്ട് നമ്മുടെ വീഡിയോ ഇപ്പോൾ നമ്മുടെ ഫയലിലേക്കായിരിക്കും കയറുക കേട്ടോ. ആ ഫയലിൽ കയറിയിട്ട് നമ്മൾ ആ വീഡിയോ ഏതാണ് അതെടുത്തിട്ട് നമ്മൾ ഓക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ യൂട്യൂബിലേക്ക് വരും. യൂട്യൂബിലേക്ക് വന്നിട്ട് നമുക്കതിൻ്റെ താഴെ എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് കംപ്ലൈൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. കംപ്ലൈൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതുണ്ടെങ്കിൽ നമുക്ക് അതിലൊരു അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കതിൽ കയറിയിട്ട് നമ്മൾ ആ ഫോട്ടോ എടുത്തിട്ട് നമുക്കിതിൽ അപ്ലോഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബ് തന്നെ നമുക്ക് കുറച്ച് കംപ്ലൈൻറ്റ്സ് കാണിച്ചു തരും. നമ്മുടെ വീഡിയോ ഒന്നും തന്നെ കട്ട് ചെയ്തെടുത്ത് കുറച്ച് ഭാഗം. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ അതിടാം. അതിനുശേഷം നമുക്ക് താഴെ ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ വീഡിയോ ഇതിന് ക്രിയേറ്റ് ആയിട്ട് നമ്മൾ ഒരുപാട് പല വീഡിയോസ് നമ്മളിടുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കിപ്പോൾ കോമഡി ആണെങ്കിൽ ഒരു സെക്ഷൻ, മ്യൂസിക് ആണെങ്കിൽ ഒരു സെക്ഷൻ, പിന്നെ ഡാൻസ് അങ്ങനെ ഓരോ സെക്ഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇടാം. അതിനുശേഷം ഈ വീഡിയോ കുട്ടികൾക്കുള്ളതാണോ മുതിർന്ന ആളുകൾക്കുള്ളതാണോ എന്നുള്ളൊരു ഓപ്ഷൻ വരും. കുട്ടികൾക്കുള്ളതാണെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ സെലക്ട് ചെയ്യും. അതല്ല 18 വയസ്സിന് മേലെയുള്ള ആളുകൾക്കുള്ളതാണെങ്കിൽ അതങ്ങനെ സെലക്ട് ചെയ്യും. കുട്ടികൾക്കുള്ളതാണെങ്കിൽ നിങ്ങളത് 18 വയസ്സിന് മേലെ കൊടുത്താലും ഓട്ടോമാറ്റിക്കായിട്ട് കിഡ്സ് എന്നുള്ളൊരു ഓപ്ഷനിലേക്കാവും വരിക. പിന്നെ നമ്മൾ 2-3 വട്ടം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ചിലപ്പോൾ ബാൻ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. കാരണം നമ്മൾ കറക്റ്റായിട്ട് അതിന് ഓപ്ഷൻസ് ക്ലിയർ ചെയ്ത് കൊടുത്താൽ നമുക്കത് കറക്റ്റായിട്ട് അപ്ലോഡ് ആക്കാൻ പറ്റും. പിന്നെ നേരെ നെക്സ്റ്റ് അടിക്കുക. പിന്നെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ ആ വീഡിയോൻ്റെ അപ്ലോഡിങ് നേരെ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ്റെ തൊട്ട് സൈഡിലായിട്ട് കാണാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കിയാൽ നമ്മൾ എത്ര പെർസെൻറ്റേജ് ആയി നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റും. പിന്നെ നമ്മളിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിതിൽ ടൈം സെറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ വീഡിയോ ഇട്ട് നേരെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ നിൽക്കുന്നത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ ഗ്യാപ്പ് വിട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു ഓപ്ഷൻ നമ്മൾ നെക്സ്റ്റ് അടിക്കുമ്പോൾ അതിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ കയറിയിട്ട് നമ്മൾ ഡേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ടൈം ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വളരെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള വീഡിയോ അല്ലെങ്കിൽ സോങ് ഒക്കെ ആണെങ്കിൽ അത് നമുക്ക് നമ്മുടെ യൂട്യൂബ് അക്കൗണ്ടിന് നമുക്ക് പ്രോബ്ലം ഇല്ലാതെ നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കത് കാണിക്കും കോപ്പിറൈറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ നമുക്ക് വ്യൂവേഴ്സും ലൈക്കും കമൻറ്റും എല്ലാം ഒന്ന് കയറണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ദിവസത്തെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രമാണ് നമ്മളതിൽ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ.
അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ് ഇങ്ങനെ കാണാം. കുറേ ടൈം സെറ്റ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് ഓക്കെ നെക്സ്റ്റ് അടിക്കാം. ഭയങ്കര സ്ലോ ആണ്. വീഡിയോൻ്റെ തമ്മിലും പിന്നെ അതേപോലെ നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ കയറുന്നതിൻ്റെ ഒരു ഓപ്ഷൻ നമുക്ക് സൈഡിൽ കാണാൻ പറ്റും. നമുക്ക് അതിൻ്റെ കോപ്പി ലിങ്കൊക്കെ കോപ്പി ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരെ ഓക്കെ ഓപ്ഷനിലേക്ക് കൊടുക്കും. അപ്പോൾ അതേ നമ്മുടെ വീഡിയോയിൽ അങ്ങനെ കയറുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ ഇതുപോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ വീഡിയോയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യൂവേഴ്സ് കിട്ടും. ഒരു 5 ദിവസം കൊണ്ട് നിങ്ങളുടെ വീഡിയോ റീച്ച് ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ഞാൻ പറഞ്ഞത് അല്ലാതെ എന്തെങ്കിലും വീഡിയോയുടെ ഓപ്ഷൻസോ പ്രോബ്ലംസ് എന്തെങ്കിലും വരുവാണെങ്കിൽ എനിക്ക് കമൻറ്റായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അതിനെ റിപ്ലൈ തരാം. താങ്ക് യു. അത് മാത്രമല്ല നമ്മൾ ഒരുപാട് കണ്ടൻ്റായിട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കും. ഇപ്പോഴാണ് യൂട്യൂബിലൊക്കെ നമ്മൾ ഒരുപാട് ചെയ്യുന്ന അതേപടി കോപ്പി ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതേപടി കോപ്പി ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന് വ്യൂവേഴ്സ് കുറവായിരിക്കും. പുതിയതായിട്ടുള്ള കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക, പുതിയതായിട്ട് ഓരോ വീഡിയോസ് എടുക്കുക, നാച്ചുറലായിട്ടുള്ള വീഡിയോസ് എടുക്കുക. യൂട്യൂബിലും അല്ലെങ്കിൽ ഗൂഗിളിലും ഇൻസ്റ്റയിലും കാണുന്ന വീഡിയോസ് അല്ലാതെ വേറെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസുകളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുക. എന്നിരുന്നാൽ മാത്രമാണ് നമുക്കതിൽ വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരിക്കൽ കൂടി പറയാനും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ എൻ്റെ മെസ്സേജ് ഓപ്ഷനിൽ നിങ്ങൾക്ക് മെസ്സേജായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഇനി എന്തെങ്കിലും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. എല്ലാവരും നല്ല യൂട്യൂബേഴ്സായിട്ട് മാറട്ടെ. അത്യാവശ്യം വരുമാനം കൊടുക്കട്ടെ. നന്ദി.